നമസ്കാരം. ഇന്നത്തെ ഒരു റീഡിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും കണ്ണുകളടച്ച് ഒരു നിമിഷം അമ്മയോട് പ്രാർത്ഥിക്കുക. ഇന്ന് കിട്ടിയിരിക്കുന്ന കാർഡുകൾ എന്ന് പറയുന്നത് ദ ഹാങ്ഡ് മാൻ, ഏസ് ഓഫ് വാൻസ്, 10 ഓഫ് കപ്സ്, ദ ഫൂൾ, 10 ഓഫ് സ്വർഡ്സ് എന്നീ കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. ഈ കാർഡുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് ചിന്തിക്കാതെ വേറൊരു കാഴ്ചപ്പാടിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെയൊക്കെ ഒന്ന് നോക്കിക്കാണണം എന്നുള്ളതാണ് ഈ ഒരു കാർഡുകളൊക്കെ കാണിക്കുന്നത്. വലിയ ഒരു സന്തോഷത്തിൻ്റെയോ ഒരു പുതിയ തുടക്കത്തിൻ്റെയോ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇപ്പോഴും ഇത്രയും നാളും ചിന്തിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ സിറ്റുവേഷൻസിനെ കാണുന്നതെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു മാറ്റവും വരുന്നതല്ല. ഇത്രയും നാളും വന്നതുപോലെ തന്നെ ഒരു ലൂപ്പായിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫ് പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ അതിനെയൊക്കെ ഒരു ദുരിതങ്ങളായിട്ടോ പ്രശ്നങ്ങളായിട്ടോ കാണാതെ ഇതിനൊക്കെ അപ്പുറം എന്തെങ്കിലും ഇതൊക്കെ ഒരു മറികടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നല്ല ഒരു ലൈഫ് നിങ്ങൾക്ക് വരും എന്നൊരു കാഴ്ചപ്പാടോടുകൂടി വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നിടത്താണ് ദൈവങ്ങൾ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ എപ്പോഴും ഒരു നെഗറ്റീവായിട്ട് കരഞ്ഞും വിളിച്ചു ഇരുന്ന് കഴിഞ്ഞാൽ ദൈവങ്ങൾക്ക് പോലും നിങ്ങളെ സഹായിക്കണമെന്ന് തോന്നത്തുമില്ല, അവരെ കൊണ്ട് സഹായിക്കാൻ പറ്റത്തതുമില്ല. അതുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. ഒരു കാർഡ് റീഡിങ് നിങ്ങളുടെ ലൈഫുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരാഹി അമ്മേ നമഃ എന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഇടാവുന്നതാണ്. കാരണം അമ്മയുടെ അനുഗ്രഹം ഇല്ലാതെ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ആർക്കും ലഭിക്കുന്നതായിരിക്കത്തില്ല.